ഞാൻ ഏറ്റവും സർപ്രൈസ് ആയി പോയത് ഈ ഒരു ബാക്ക് ഡ്രോപ്പും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടാണ്. ഞാൻ റെഡി ആ റൂമിൽ കയറും വരത്തൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അഖിലേട്ടനും കസിൻസും ഒക്കെ കൂടെ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ സെറ്റ് ആക്കിയതാണിത്. പ്രഗ്നൻസി ജേണി തുടങ്ങിയപ്പോൾ തൊട്ട് വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പൊ വളകാപ്പ് വരെ എത്തി. എന്താ കാര്യം എന്ന് ചോദിച്ചാ വേറെന്താ, എന്റെ മടി തന്നെ. നമ്മൾ ഈ ഒട്ടും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അടിപൊളിയാവാറില്ലേ? അതുപോലെയായിരുന്നു ഈ ഒരു ചടങ്ങ്. സത്യം പറഞ്ഞാൽ 7ാം മാസം എത്തിയത് കൂടെ അറിഞ്ഞില്ല. 3 ദിവസം മുമ്പാണ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. രാവിലെ എണീക്കാനും കുറച്ച് വൈകും. കല്യാണ സാരി ഉടുത്തിട്ട് വേണമല്ലോ പോവാൻ. ആ ബ്ലൗസ് ആണെങ്കിൽ ചെറുതുമായിപ്പോയി. പിന്നെ പഴയ ഒരു ബ്ലൗസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മേക്കപ്പ് ഒക്കെ പെട്ടെന്നായിരുന്നു. പിന്നെ ഈ മറ്റുള്ളവരെ സാരി ഉടുപ്പിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല തന്നെ ഉടുക്കാൻ, അതും ഈ വയറും വെച്ചിട്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല, എന്നാലും എങ്ങനെയൊക്കെ ഒപ്പിച്ചു. എല്ലാവരും എത്തിയിട്ട് ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ വേഗം എന്തൊക്കെയോ കാട്ടിക്കുട്ടി ഒരുങ്ങി ഇറങ്ങി. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് വളകാപ്പ് നടത്താൻ അത്ര വലിയ ക്യൂരിയോസിറ്റി ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഓരോരോ ചടങ്ങുകൾ വെറുതെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഒരു സന്തോഷവും മെമ്മറിയും ഒക്കെ അല്ലേ. ഒരുപാട് ആർഭാടൊന്നും ആക്കാതെ ചെറിയ രീതിയിൽ ഈ ചടങ്ങൊക്കെ നമുക്ക് പറ്റുന്നത് പോലെ നടത്തുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എല്ലാം വിചാരിച്ചതിലും അടിപൊളിയായിട്ടൊക്കെ കഴിഞ്ഞു. അനുഗ്രഹം വാങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാനോ യാത്ര പറയാനോ പാടില്ല അത്രേ. ഞാനും അതുകൊണ്ട് നോക്കിയില്ല കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കൂടെ ഒരാളും കൂടെ ഉണ്ടാവല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.